എങ്ങനെയുണ്ടായിരുന്നു പടം? പടം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് സാധനം തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടമായിരുന്നു. പ്രണവ് എങ്ങനെയുണ്ടായിരുന്നു? പ്രണവ് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഇത്ര നാളത്തെ പ്രണവിന്റെ ഒരു അഭിനയം എല്ലാ പടങ്ങളിൽ നിന്നും പുള്ളിക്കാരൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ സിനിമയ്ക്ക് നല്ലോണം അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ രാഹുൽ സദാശിവൻ പുള്ളിക്കാരനും നല്ല ഓരോ പടത്തിനകത്തുനിന്നും പുള്ളിക്കാരൻ ഓരോ വ്യത്യസ്തത തന്നെ കാണിക്കുന്നുണ്ട്. പ്രമേയമായാലും ഭൂതകാലമായാലും ഇതിനകത്ത് തന്നെ ആയാലും നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ വ്യത്യസ്ത എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ മേക്കിംഗ് അടിപൊളിയാണ്. ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പിന്നെ അതിൽ എടുത്തു പറയാൻ വേണ്ടി പ്രണവ് അല്ലാതെ അഭിനയിച്ച ആരെങ്കിലും? പ്രണവ് മറ്റേ ഫീമെയിൽ ക്യാരക്ടർ ഫിലിപ്പിന്റെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീ നല്ലോണം അഭിനയിക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പയ്യനുണ്ട്, നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഈ രാഹുൽ സദാശിവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ഒരു ഹൊറർ ഇതിലാണ് സിനിമകളെല്ലാം ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി എന്തുവാണ് പറയാനുള്ളത്? അതെന്ന് വെച്ചാൽ ഇപ്പൊ മറ്റുള്ള പ്രേത പടങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒരു വ്യത്യസ്ത സിനിമയ്ക്കകത്തുണ്ട്. ഒരുപാട് വ്യത്യാസം എന്ന് വെച്ചാല് പണ്ടത്തെ യക്ഷി വെള്ള സാരി കൊടുത്ത് അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എന്ന് വെച്ചാല് പ്രേതം വളരെ അപ്പിയറൻസ് വളരെ വളരെ കുറവാണ് അതിനകത്ത്. പ്രേതത്തിന്റെ അന്തരീക്ഷം നല്ലോണം പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത് അതിനകത്ത് പേടിക്കുന്ന രീതിയിലും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അതല്ല പഴയ പടങ്ങളെ പോലെ ഈ പകൽപൂരത്തിലൊക്കെ കണക്ക് ഇതിലായി എന്നുള്ള പാട്ടുള്ള ആ ഒരു ടിപ്പിക്കൽ സാധനമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പൊ മേക്ക് ചെയ്തത്. നല്ല അടിപൊളിയായിട്ടാണ് പ്രണവ് ചെയ്തത്. പൊതുവെ പടങ്ങൾ വെച്ച് ഈ പടത്തെ വെച്ച് നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം, ഒരു ആവറേജ് ഇച്ചിരി ഹൊറൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. എനിക്കുള്ളൊരു മ്യൂസിക് ഒക്കെ കൊള്ളാം, നല്ല മ്യൂസിക്. പ്രണവിന്റെ ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. എടുത്ത് വെച്ച എല്ലാ പടവും അടിപൊളിയായിരുന്നല്ലോ. പ്രണവിന്റെ ആക്ടിങ് ഒക്കെ കൊള്ളാം. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് ഒക്കെ അടിപൊളി. ഡയറക്ഷൻ